Hi guys, welcome back to my channel Blush with Arya. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോണത് നിങ്ങൾക്ക് ഫേസ് പാക്ക് ആയിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ബോഡി പാർട്സിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ബ്ലാക്ക് കളർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താ പിഗ്മെൻറ്റേഷൻ കറുപ്പ് കളറൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു പാക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിത് കാണിച്ചു തരുന്നത് എൻ്റെ കാലിലാണ് ഞാൻ കാണിച്ചു തരാൻ പോണത്. എനിക്ക് ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നമ്മുടെ ഫീറ്റ് മാസ്ക് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചൂടുവെള്ളത്തിൽ കുറച്ച് ഷാംപൂ, കാലാണ് നിങ്ങൾ മാസ്ക് അല്ലെങ്കിൽ പെഡിക്യൂർ ആണ് നിങ്ങൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഷാമ്പുവും കൂടി മിക്സ് ചെയ്തിട്ട് കാലൊരു 5 മിനിറ്റ് മുക്കി വെക്കണം. അതിനുശേഷമാണ് ഞാൻ കാണിച്ചു തരാൻ പോണ സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത്. ഫേസിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ആവി കൊണ്ടതിന് ശേഷം ഞാൻ കാണിച്ചു തരാൻ പോണ സ്റ്റെപ്പ് നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ നാരങ്ങ നീര് ഞാൻ ചേർക്കുന്നുണ്ട്. അത് ഫേസിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ആ അളവൊന്ന് കുറച്ച് കുറയ്ക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ ഒരുപാട് നാരങ്ങ നീര് ഉപയോഗിക്കുന്നത് നല്ലതല്ല. അപ്പം ഇത് ഞാൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ കാലിലാണോ മുഖത്തിലാണോ അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നിങ്ങളിതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ചേഞ്ചസ് വരുത്തണം കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു എന്താ പറയുക, മുഖത്തുണ്ടാകുന്ന സൺ ടാൻ മാറാനും പിഗ്മെൻറ്റേഷൻ മാറാനും കറുത്ത കളറൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഫീറ്റിലാണെങ്കിൽ നമ്മളിത് ഡെയിലി ഫസ്റ്റ് ചെയ്യുന്ന ആ ഒരു സ്ക്രബ് മാത്രം നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ കാലിലുണ്ടാകുന്ന കറുപ്പ് കളറൊക്കെ ഉണ്ടാകും ചിലർക്ക്, അത് ഒന്ന് മാറിക്കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. ഈവൻ സ്കിൻ ടോൺ കിട്ടാൻ വേണ്ടിയിട്ട്, അൺഈവൻ സ്കിൻ ആണെങ്കിൽ അതൊന്ന് ഈവൻ ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാൻ പോണത് കേട്ടോ, ഈ ഒരു മാസ്ക് അതുപോലെ തന്നെ സ്ക്രബറും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് കൊടുക്കും കേട്ടോ. ഓൾ എന്ന് കൊടുത്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇനി കാണാനായിട്ട് പറ്റുള്ളൂ. എങ്ങനെയാണ് അപ്പോൾ ഞാൻ ഇത് ചെയ്യണമെന്ന്, എന്തെങ്കിലും ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ എനിക്ക് എന്തായാലും ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മളത് ഞാൻ പറയണ ഫസ്റ്റ് സ്റ്റെപ്പും കൂടി ചെയ്താലാണ് കുറച്ചും കൂടി നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. അതെങ്ങനെയാണ് നമുക്ക് കണ്ടിട്ട് വരാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു കോക്കനട്ട് ഓയിലാണ് വേണ്ടത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ പാരച്യൂട്ടിൻ്റെ 10 റുപ്പീസിൻ്റെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ബ്രൂവിൻ്റെ കോഫി പൗഡറും വേണം, അല്ലെങ്കിൽ ഏത് കോഫി പൗഡർ ആയാലും കുഴപ്പമില്ല. പിന്നെ നാരങ്ങയാണ് വേണ്ടത്. അപ്പോൾ ലെമൺ ജ്യൂസ് ആദ്യം ഞാനിത് കാലിലാണ് അപ്ലൈ ചെയ്യുന്നത്, അതുകൊണ്ട് കൂടുതൽ ലെമൺ ജ്യൂസ് ഞാൻ എടുക്കുന്നുണ്ട്. ഫേസിനാണെങ്കിൽ 3-4 ഡ്രോപ്സിൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നാരങ്ങ നീരെടുത്തതിന് ശേഷം നമ്മൾ ഷുഗർ ആഡ് ചെയ്യാം. കുറച്ച് കൂടുതൽ ഷുഗർ ആഡ് ചെയ്ത് നന്നായി സ്ക്രബ് ചെയ്യാനായിട്ട് കിട്ടും. പിന്നെ അതിലേക്ക് ബ്രൂവിൻ്റെ കോഫി പൗഡറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാണ് വേണ്ടത്. നിങ്ങൾ ഫേസിനാണെങ്കിൽ ഈ ഒരു കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ പാരച്യൂട്ടിൻ്റെ ഓയിലി സ്കിന്നാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഫേസിൽ സ്ക്രബ് ചെയ്ത് നന്നായിട്ട് ഡെഡ് സ്കിൻസ് ഒക്കെ റിമൂവ് ആകാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ കാല് ഞാൻ പറഞ്ഞ പോലെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു സ്ക്രബ് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം കാലിലേക്ക് അപ്ലൈ ചെയ്യണത് കോക്കനട്ട് ഓയിൽ നന്നായിട്ട് മസാജ് ചെയ്യുന്നുണ്ട്. എന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ മറ്റേ കാലും അതുപോലെ തന്നെ ഇതും തമ്മിലുള്ളൊരു ഡിഫറൻസ് നിങ്ങൾക്ക് ലാസ്റ്റ് മനസ്സിലാവും. നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ആ ഡ്രൈനെസ് ഒന്ന് മാറ്റി കിട്ടാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല ഒരു തിളക്കം നമ്മുടെ ഫേസിനായാലും നമ്മുടെ കാലിനായും കിട്ടാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ഈ ഒരു സ്ക്രബ് യൂസ് ചെയ്തിട്ട് നാരങ്ങ വെച്ചിട്ട് തന്നെയാണ് കാലിലേക്ക് മസാജ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ നാരങ്ങൻ്റെ കൂടുതൽ ബെനിഫിറ്റ് കാലിലേക്ക് കിട്ടാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ലെമൺ ജ്യൂസിൽ ധാരാളം സിട്രിക് ആസിഡ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഔട്ടർ ലെയർ ഓഫ് സ്കിന്നിന് ഒന്ന് എന്താ പറയുക ലൈറ്റൻ ചെയ്യാനും എക്സ്ഫോളിയേറ്റിങ് ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ലെമൺ ജ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ലെമൺ ജ്യൂസ് നമ്മൾ ഡെയിലി ഈ പറയുന്ന സ്ക്രബ് മാത്രം നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഡാർക്ക് കളറൊക്കെ ചിലവരുടെ കാലിൽ കാണാനായിട്ട് പറ്റും. അതൊക്കെ ഒന്ന് മാറിക്കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഈ അൺഈവൻ സ്കിൻ ആണെങ്കിൽ ഈവൻ സ്കിന്നിലോട്ട് മാറ്റാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാനിത് ഞാൻ ഷുഗർ കുറച്ചും കൂടി ആഡ് ചെയ്ത് വെച്ച് ഇതിനെക്കാട്ടി നന്നായിട്ട് നല്ല എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് നന്നായിട്ട് പറ്റും കേട്ടോ. എന്നിട്ട് ഇത് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ലീവ് ചെയ്യാനായിട്ട് വയ്ക്കാം. എന്നിട്ട് അതിന് ശേഷം നനഞ്ഞൊരു തുണി കൊണ്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് തുടയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഇപ്പുറത്തെ കാലും ഇപ്പുറത്തെയും കൂടി തമ്മിലൊരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു ആ ഡ്രൈനെസ് ഒക്കെ മാറിയിട്ട് നല്ലൊരു തിളക്കം കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തൊടുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നുണ്ട്. ഡെഡ് സ്കിൻസ് ഒക്കെ പോയി നന്നായിട്ട് പുറമേയുള്ള ആ ഒരു ഡൾനെസ് ഒക്കെ മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ക്രബ് മാത്രം നിങ്ങൾ
വേണമെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാവുന്നുള്ളൂ. പെട്ടെന്ന് നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് മാസ്ക്. ഞാനൊരു മാസ്ക് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫേസിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം, കാലിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം, എവിടെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഉരുളക്കിഴങ്ങാണ് അതിന് വേണ്ടി വേണ്ടത്. പിന്നെ ഓട്സ് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ വേണ്ട. പിന്നെ അപ്പോൾ ഞാൻ ഓട്സ് പൊടിച്ചതാണ് കേട്ടോ നേരത്തെ, അതാണ് അങ്ങനെ ഇരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങും തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാൻ അതിലേക്ക് റൈസ് ഫ്ലോർ ആണ്, അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി ചേർത്തതിന് ശേഷം ഓട്സ് പൗഡറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഓട്സ് പൗഡർ ഇല്ലെങ്കിൽ അതിന് പകരം കടലമാവ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം. കുറച്ച് വേണമെങ്കിൽ മറ്റേ ടർമറിക്കും മഞ്ഞപ്പൊടിയും കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാം. എന്നിട്ട് കാലിൽ അപ്ലൈ ചെയ്ത് കുറച്ചും കൂടി നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് ഞാൻ അപ്പോൾ ഇത് വാഷ് ചെയ്ത് തുടച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ കണ്ടതാണെങ്കിൽ ശരിക്കും നല്ല റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒരു കാലിൽ അപ്ലൈ ചെയ്തിട്ട് വേറെ കാലിൽ അപ്ലൈ ചെയ്യാതിരുന്നത് കേട്ടോ. 2 കാലിലും ചെയ്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഡിഫറൻസ് അറിയില്ലെങ്കിലോ. ഫേസിൽ കാണിച്ച കുറേ പേര് ചോദിക്കും കുറച്ച് ഡാർക്ക് സ്കിൻ ടോണിൽ കാണിച്ചുകൂടെ, എന്നാലേ ഡിഫറൻസ് മനസ്സിലാവുള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഈ ഒരു മാസ്ക് അല്ലെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് കാലിൽ അപ്ലൈ ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചപ്പോൾ കാലിലും നല്ലൊരു കാലിലൊക്കെ ഡാർക്ക് കളറൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറിക്കിട്ടാനൊക്കെ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ റിസൾട്ട് അങ്ങനെയൊക്കെ DIY നോക്കുന്നുണ്ടെങ്കിൽ ഇത് അടിപൊളിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂട്ടോ, നല്ല റിസൾട്ട് കിട്ടും. അരിപ്പൊടി നന്നായിട്ട് നമ്മുടെ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് അറിയാമല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ഓട്സ് പൗഡർ സ്മൂത്തൺ ചെയ്യാനും ആ ഒരു ഡ്രൈനെസ് മാറിയിട്ട് pH ബാലൻസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ തക്കാളിയിൽ ധാരാളം വൈറ്റമിൻ C ഉണ്ട്. വൈറ്റമിൻ C ഉള്ളത് കൊണ്ട് തന്നെ സ്കിൻ ബ്രൈറ്റന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ബ്ലീച്ചിങ് എഫക്റ്റും കൂടി തരും കേട്ടോ. പൊട്ടറ്റോ അങ്ങനെ തന്നെ ബ്ലീച്ചിങ് എഫക്റ്റ് ധാരാളം വൈറ്റമിൻസ് ഉള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഫേസിലായാലും കാലിലായാലും എവിടെയാണോ കറുത്ത പാടുകൾ അവിടെ നിങ്ങൾ ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്താണ് റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് വല്ല ഡിഫറൻസ് അല്ലെങ്കിൽ നിങ്ങളിത് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ കമൻറ്റും കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ റിസൾട്ട് നിങ്ങൾക്കിത് ഒരു വ്യത്യാസം മനസ്സിലാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിൽ നല്ല ഡ്രൈ ആണ്. നമ്മൾ പാക്ക് ഇട്ട കാലിൽ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. കുറച്ചും കൂടി ഒരു തിളക്കം ഗ്ലോ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഡാർക്ക് കളറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്നും പെട്ടെന്ന് തന്നെ മാറിക്കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. നാരങ്ങ നീര് അടിപൊളിയാണ് അതിന് വേണ്ടിയിട്ട്. സോ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ കൂടി ഓൺ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.